എല്ലാവർക്കും ശ്രീ ഇ ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം കൃതി സമവാക്യങ്ങളുടെ 1ാമത്തെ ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ, അതിനോടനുബന്ധിച്ച ചോദ്യങ്ങളുമാണ്. സ്ക്വയർ കംപ്ലീഷൻ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? a plus b whole square is equal to a square plus 2ab plus b square ആണെന്ന് നമുക്കറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ x plus 1 whole square എന്തായിരിക്കും? ഇവിടെ a യുടെ സ്ഥാനത്ത് x ആണ്, b യുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ഇവിടെ എവിടേക്കാണോ a വരുന്നത് ആ പ്ലേസിലൊക്കെ x ഉം എവിടേക്കാണോ b വരുന്നത് ആ പ്ലേസിലൊക്കെ നമുക്ക് 1 കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b ആണ്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ പറയാം? 2 ഇൻറ്റു a ഇൻറ്റു b ആണ് എന്ത്? 2ab. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 2 ഇൻറ്റു x ഇൻറ്റു 1 ദാറ്റ് ഈസ് 2x പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ b യുടെ പ്ലേസിൽ ഏതാണ്? 1 ദാറ്റ് ഈസ് 1 സ്ക്വയർ. ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. x പ്ലസ് 2 ഹോൾ സ്ക്വയർ, x പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ a യുടെ പ്ലേസിൽ ഏതാണ്? x ആണ്, b യുടെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് വരും? x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 2 എങ്ങനെ വരും? 2 ഇൻറ്റു x 2x, 2x ഇൻറ്റു 2 4x, 4x പ്ലസ് 2 സ്ക്വയർ എത്രയാണ്? 4. ഓക്കെ, അപ്പം x പ്ലസ് 2 ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 കിട്ടി. ദെൻ 5x പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇതെങ്ങനെ എഴുതും? 5x പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ എക്ക് പകരം എന്താണുള്ളത്? 5x ആണുള്ളത്. a എന്ന് പറഞ്ഞാൽ ഇവിടെ 5x ആണ്. എങ്ങനെ വരും? 5x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5x ഇൻറ്റു 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 5x 10x, 10x ഇൻറ്റു 2 20x പ്ലസ് ഇവിടെ ഏതാണ്? 2 സ്ക്വയർ. അപ്പൊ ഇതിനെ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് എഴുതണം. 5x സ്ക്വയർ മീൻസ് 5 സ്ക്വയർ x സ്ക്വയർ ആണ്. രണ്ടിനും എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്ത് വരും? 25x സ്ക്വയർ പ്ലസ് 20x പ്ലസ് 4. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് a പ്ലസ് ബി രൂപത്തിൽ വരുന്ന സമവാക്യങ്ങളുടെ സ്ക്വയർ കാണുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ പാഠഭാഗം കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ എന്താണ് നോക്കാം. ഇവിടെ ചിത്രത്തിൽ എ ഗ്രീൻ സ്ക്വയർ, ടെക്സ്റ്റില് പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ്? ഗ്രീൻ സ്ക്വയർ ആണ്. ആൻഡ് 2 യെല്ലോ റെക്ടാങ്കിൾസ്, ഇതെന്താണ്? റെക്ടാങ്കിൾസ് ആണ്. ഇതിന്റെ കളർ എന്താണ്? യെല്ലോ ആണ്. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ബ്ലൂ സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഗ്രീൻ സ്ക്വയർ ഉണ്ട്, 2 യെല്ലോ റെക്ടാങ്കിൾസ് ഉണ്ട്, സ്മോൾ ബ്ലൂ സ്ക്വയർ ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് റെക്ടാങ്കിളിനും സ്ക്വയറിനും എന്താണ്? സെയിം ഹൈറ്റ് ആണ്. അപ്പൊ h ഇവിടെ എന്താണ്? ഇവിടെ എല്ലാത്തിന്റെയും h എന്താണ്? സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. The width of the yellow rectangles and the side of the blue square are all 1 meter. അതായത് ഇതിന്റെ വിഡ്ത്തും എത്രയാണ്? 1 മീറ്റർ ആണ്. ഇതിന്റെ ബേസും എന്താണ്? 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. And the total area of the entire figure is 100 square meter. ഈ ടോട്ടൽ ആയിട്ട് ഇതിന്റെ മൊത്തം, ഈ ഫിഗറിന്റെ മൊത്തം ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്? 100 meter square എന്ന് തന്നിട്ടുണ്ട്. Here we have to calculate the length of the side of the green square. നമുക്കിവിടെ ഗ്രീൻ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആകെ എന്താണ്? ഈ സ്ക്വയറിന്റെ, ബ്ലൂ സ്ക്വയറിന്റെ
സൈഡും അതുപോലെ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്തുമാണ് തന്നിട്ടുള്ളത്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഏരിയ 100 മീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രകാരം നമുക്കിവിടെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കാണ്? ലെറ്റ് ദ സൈഡ് ഓഫ് ദ green square is equal to x. Let the side of the green square is equal to x എന്ന് കൊടുക്കാം. മൊത്തം ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്തെല്ലാം പ്ലസ് ചെയ്യണം? ഇതിന്റെ ഏരിയ അല്ലെ, നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സൈഡ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ സൈഡ് ഏതാണ്? എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഇനി എന്തിന്റെ ഏരിയ കാണണം? ഈ രണ്ട് റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണണം. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾസ്. ഇവിടെ റെക്റ്റാങ്കിൾസിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഇത് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റും എന്തുതന്നെയായിരിക്കും? എക്സ് ആയിരിക്കില്ലേ? എക്സ് ആണ്. ഇനി അതിന്റെ വിഡ്ത്ത് എത്രയാണ്? 1 ആണ്. അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്താണ്? L × B ആണ്. L എന്താണ്? L എക്സ് ആണ്. B എന്താണ്? 1 ആണ്. അപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾസ്, ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എക്സ് ആണ്, മറ്റേ റെക്റ്റാങ്കിളിന്റെ ഏരിയയും എന്തിനാണ്? എക്സ് ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് 2 റെക്റ്റാങ്കിൾസ് എത്ര കിട്ടും? x × 1 plus x × 1 that is x plus x that is 2x. അപ്പൊ നമുക്ക് ഒന്നാമത്തതിന്റെ ഏരിയ x² എന്ന് കിട്ടി. ഈ രണ്ടെണ്ണത്തിന്റെ ഏരിയ എന്ത് കിട്ടി? 2x എന്ന് കിട്ടി അല്ലെ? ഇനി നമുക്ക് എന്തിന്റെ ഏരിയ കാണണം? ഇതിന്റെ സ്മോൾ ബ്ലൂ സ്ക്വയറിന്റെ ഏരിയയും കൂടെ കാണണം. ഇതിന്റെ ഒരു സൈഡ് 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? 1 സ്ക്വയർ ആയിരിക്കില്ലേ? ഇത് 1 മീറ്റർ ആണ് എങ്കിൽ ഇതിന്റെ ടോട്ടൽ ഏരിയ 1 സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്ക് മൊത്തം ഏരിയ കിട്ടി x² plus 2x plus 1 സ്ക്വയർ എന്ന് കിട്ടി. x² plus 2x plus 1 സ്ക്വയർ അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 100 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ? ഇത് ഏത് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്? x² plus 2x plus 1 സ്ക്വയർ, അതായത് a plus b ഹോൾ സ്ക്വയർ രീതിയിലല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. a plus b ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a² plus 2ab plus b സ്ക്വയർ. ഇവിടെ 2 സ്ക്വയർ ആണ്. ഇവിടെ 2ab പോലെയല്ലേ വരുന്നത്? 2 × a × b ആണ്. അതുപോലെ തന്നെ 2 × x × 1 അല്ലേ 2x. അപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? x plus 1 ഹോൾ സ്ക്വയർ എഴുതാം. കാരണം ഇവിടെ a² പ്ലേസിൽ x², b² പ്ലേസിൽ 1 സ്ക്വയർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a plus b ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ x plus 1 ഹോൾ സ്ക്വയർ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്ത് സ്ക്വയർ വരികയാണെങ്കിൽ നമുക്ക് ആ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം അല്ലെ? അപ്പൊ x plus 1 അവിടെ വെക്കുക. ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും? സ്ക്വയർ റൂട്ട് ഓഫ് 100 ആവും. ദെൻ ഇനി എന്ത് ചെയ്യാ? x plus 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. 10 × 10 ആണല്ലോ 100. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 100 ഈസ് ഈക്വൽ ടു 10 കിട്ടി. x plus 1 ഈസ് ഈക്വൽ ടു 10 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 10 - 1 ആയിരിക്കും. കാരണം ഈ +1നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ x ഈസ് ഈക്വൽ ടു 9 കിട്ടി. ഓക്കെ, അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്? സൈഡ് ഓഫ് ദി ഗ്രീൻ സ്ക്വയർ. അപ്പൊ നമുക്ക് x എന്ത് കിട്ടി? 9. ഗ്രീൻ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് 9 കിട്ടി. ഇനി ഞാൻ ആ സ്ക്വയറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു മീൻസ് ഇവിടെയുള്ള റെക്റ്റാങ്കിളിനെ ഞാൻ എടുത്തിട്ട് ഇവിടേക്ക് വെച്ചു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതെന്താണ്? ഇതൊരു ബിഗ് സ്ക്വയർ ആയിട്ട് മാറി അല്ലെ?
ബിഗ് സ്ക്വയർ ആയിട്ടല്ലേ മാറിയത്? കാരണം എന്താണ്, ഇതെല്ലാം എന്താണ്, എക്സ് ആണെന്ന് നമുക്കറിയാം. ഇതോ, ഇത് 1 ആണ്, ഇതും എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സൈഡ് എന്തായിട്ട് മാറി? എക്സ് പ്ലസ് 1 ആയി. ഇവിടെയും എന്താണ്, എക്സ്, ഇത് 1 അല്ലേ, എക്സ് പ്ലസ് 1. ഇവിടെയും എന്താണ്, എക്സ് പ്ലസ് 1 ആയി മാറി. ഇവിടെയും എന്തായി, എക്സ് പ്ലസ് 1 ആയി മാറി. അപ്പൊ എല്ലാ സൈഡും എന്താണ്, എക്സ് പ്ലസ് 1 ആണ്. Therefore this is a square. Area of this square is equal to x plus 1 whole square. Okay, that is equal to 100 ആണെന്ന് നമുക്കറിയാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്കിതിൽ എക്സ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. One side of a rectangle is 2 meters longer than the other side and its area is 224 square meters. What are the length of the side? അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റേ സൈഡിനേക്കാൾ 2 മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിന് 2 ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബ്രെഡ്ത്തിനേക്കാൾ ലെങ്ത് 2 മീറ്റർ കൂടുതലാണ്, അല്ലെങ്കിൽ ലെങ്ത്തിനേക്കാൾ ബ്രെഡ്ത്ത് 2 മീറ്റർ കൂടുതലാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ടോട്ടൽ ഏരിയ 224 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സൈഡുകളുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അവിടെ നമുക്ക് ഒന്നേ തന്നിട്ടുള്ളൂ, ആകെ കൂടെ എന്ത് മാത്രമാണ് തന്നിട്ടുള്ളത്, ഇതിന്റെ ടോട്ടൽ ഏരിയ മാത്രമാണ് തന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മളോട് പറഞ്ഞ ഒറ്റ കണ്ടീഷൻ എന്താണ്, ചെറിയ സൈഡിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ് വലിയ സൈഡ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2 സൈഡുമാണ്. ചെറുതിന് നമ്മൾ എന്ത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് ദി സ്മോൾ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ്. ദെൻ ബിഗ് സൈഡ് എന്തായിരിക്കും, ഇതിനേക്കാൾ 2 മീറ്റർ കൂടുതലാണെങ്കിൽ എക്സ് പ്ലസ് 2 ആയിരിക്കില്ലേ ഇത്. ഓക്കെ, അപ്പൊ മറ്റേ സൈഡ് എന്തായിരിക്കും, ദി അതർ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. ഇനി ഇതിന്റെ ഏരിയ കാണണം അല്ലെ, ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, എൽ ഇൻറ്റു ബി ആണ്. അപ്പൊ എൽ നമുക്ക് എക്സ് എന്ന് എടുക്കാം, ബി നമുക്ക് എക്സ് പ്ലസ് 2 എന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 224 എന്ന് തരം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഈ ബ്രാക്കറ്റിനെ ഒഴിവാക്കാം അല്ലെ, ബ്രാക്കറ്റിനെ ഒഴിവാക്കണമെങ്കിൽ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2, 2x. ദാറ്റ് ഈസ് ഈക്വൽ ടു 224. അപ്പൊ നേരത്തെ കിട്ടിയതിൽ നിന്നും വ്യത്യാസമുണ്ട് ഇവിടെ അല്ലെ. ഇവിടെ നേരത്തെ നമുക്ക് എന്തുണ്ടായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആ 1 മിസ്സിംഗ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഞാൻ ഈ പ്ലസ് 1 ആണല്ലോ നമുക്ക് ഇവിടെ മിസ്സിംഗ്. ഞാൻ ഇവിടെ ഒരു പ്ലസ് 1 ഇവിടെ എന്ത് ചെയ്യാണ്, ചേർത്ത് കൊടുക്കാൻ പോവാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആയി. അപ്പൊ നമ്മുടെ നേരത്തെ ഇക്വേഷൻ തന്നെ ആയി അല്ലെ. ഇവിടെ ഞാൻ ഇവിടെ എന്താണോ ആഡ് ചെയ്തത് അത് ഇവിടെയും, അതായത് ഈ ഇസ് ഈക്വൽ ടുയുടെ റൈറ്റ് സൈഡിൽ എന്താണോ ചെയ്യുന്നത് അത് എവിടെയും ചെയ്യണം, ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. അല്ലെങ്കിൽ ഇതെന്താവും, അത് നോട്ട് ഈക്വൽ ടു ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 224 ആണുള്ളത്, അതിനോട് കൂടെയും എന്ത് ചെയ്യണം, ഒരു പ്ലസ് 1 ആഡ് ചെയ്താലാണ് ഈ ഇക്വേഷൻ എന്താവുള്ളൂ, ബാലൻസ്ഡ് ആവുള്ളൂ. മീൻസ് അല്ലെങ്കിൽ എന്താണ്, ഇത് അധികവും ഇത് കുറവും ആയി പോവും. അപ്പൊ ഇവിടെ നോട്ട് ഈസ് ഈക്വൽ ടു ആയിട്ട് മാറും. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ നേടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 225. ദെൻ ഇവിടെ നമുക്കറിയാം സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും, സ്ക്വയർ റൂട്ട് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 225. ഇനി എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. 225ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്, 15 ആണ്. ഇവിടെ പ്ലസ് 1 എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോയാൽ -1 ആവും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 14 കിട്ടി. Here we got the side of the rectangle, x is equal to 14. Then other side എന്ത് കിട്ടും, x plus 2 ആണല്ലോ, 14 plus 2 ആണല്ലോ, that is equal to 16. അപ്പോൾ സ്മോൾ സൈഡ് നമുക്ക് എത്ര കിട്ടി, 14 എന്നും
അനദർ സൈഡ് നമുക്ക് എത്ര കിട്ടി? 16 എന്നും കിട്ടി. ക്ലിയർ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ്. One side of a rectangle is 20 meter longer than the other side and its area is 224 square meters. What are the length of the sides? Here is also a rectangle. റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡിനേക്കാൾ 20 മീറ്റർ കൂടുതലാണ് മറ്റേ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഏരിയ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഏരിയ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 224 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡിനേക്കാൾ 20 മീറ്റർ കൂടുതലാണ് മറ്റേ സൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്മോൾ സൈഡ് എന്താക്കിയിട്ട് എടുക്കാം? സ്മോൾ സൈഡ് നമുക്ക് x ആക്കി എടുക്കാം. ഓക്കെ, ദെൻ അതർ സൈഡ് എന്തായിരിക്കും? ഇതിനേക്കാൾ 20 മീറ്റർ ആണല്ലോ കൂടുതല്. എങ്ങനെ കിട്ടും? x പ്ലസ് 20. ഈ സൈഡ് എന്താണ്? അതർ സൈഡ് എന്താണ്? x പ്ലസ് 20. അല്ല, നമുക്ക് അതിന്റെ ഏരിയ കാണാം. ഏരിയ കാണേണ്ട ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. L ഇൻറ്റു ബി ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഹിയർ ഏരിയ ഇസ് ഈക്വൽ ടു x ഇൻറ്റു x പ്ലസ് 20. ഈ x പ്ലസ് 20 ഓൾവേസ് പുട്ട് ഇൻ എ ബ്രാക്കറ്റ്. എപ്പോഴും എന്ത് ചെയ്യും? ഒരു ബ്രാക്കറ്റിനകത്ത് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സും എക്സും കൂടെ പ്ലസ് ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് എഴുതും. അപ്പൊ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഈ പുറത്തുള്ള എക്സിനെ കൊണ്ട് ഇതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്താൽ മാത്രമേ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈക്വൽ ടു എന്താണ്? 224 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാക്കറ്റ് പുറത്ത് ചെയ്യാം. ബ്രാക്കറ്റിനെ ഒഴിവാക്കാം. x സ്ക്വയർ x into x square x into 20x is equal to 224. അപ്പൊ നമുക്ക് നേരത്തെ ഈസി ആയിരുന്നു, കാരണം ഇവിടെ x സ്ക്വയറും 2x ആയിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ മുന്നേ ചെയ്തത് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ +1 ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ. എന്നാൽ ഇവിടെ 2x അല്ല, അതിന് പകരം എന്താ വന്നിരിക്കുന്നത്? 20x ആണ്. ഈ 20xൽ നിന്നും നമുക്ക് ഈ ബി സ്ക്വയറിന്റെ പ്ലേസിൽ വരുന്ന ആളെ കണ്ടുപിടിക്കണം അല്ലെ. ബി സ്ക്വയറിന്റെ പ്ലേസ് എന്ന് പറയുമ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. a സ്ക്വയർ നമുക്ക് ഇവിടെ ഉണ്ട്, 2abയും നമുക്ക് ഇവിടെ ഉണ്ട്. എന്നാൽ ഇയാളെ ഇല്ല അല്ലെ, ബി സ്ക്വയർ ഇല്ല. അപ്പൊ ബി സ്ക്വയറിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ബി സ്ക്വയറിനെ കാണാൻ ഇതിൽ ഏത് ടേമിലാണ് നമുക്ക് ബി ഉള്ളത്? നോക്ക്, ഈ ഒരു ടേമിൽ മാത്രമാണ് ബി ഉള്ളത് അല്ലെ. ബി സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ ഈ ടേമിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ ഇവിടെ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഏതാണ്? 20x ആണ്. 20xൽ എന്തും കൂടെ ഉണ്ട്? ബിയും കൂടെ ഉണ്ട്. അപ്പൊ 20xൽ നിന്ന് നമുക്ക് ബിനെ കണ്ടുപിടിക്കാം. നോക്കാം. അപ്പൊ 2ab എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 20x അല്ലേ. 2ab is equal to 20x ആണ്. ഈ 20xല് a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x തന്നെയാണ്. അപ്പൊ 2 into a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x ആയതുകൊണ്ട് 2 into x into b ആണ് എന്ത്? 20x. Then നമുക്ക് ഇതിനെ 2x into xb is equal to 20x എന്ന് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് b ആണ്. അപ്പൊ b അവിടെ വെച്ചിട്ട് 20x ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇങ്ങോട്ട് ഈ 2xനെ മാത്രമാണ് എടുക്കുന്നത്. 2x ഇൻറ്റു ബി ആണ്. അപ്പൊ 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷൻ ആവും. 20x ഡിവൈഡഡ് ബൈ 2x ആണ്. എക്സും എക്സും ക്യാൻസലായി 20/2 എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ബി കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ b is equal to എത്ര കിട്ടി? നമുക്ക് 10 കിട്ടി. Therefore our equation become x square plus 20x plus 10 square is equal to 224. ഇവിടെ നമ്മൾ ഒരു 10 സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? ഒരു 10 സ്ക്വയർ ആഡ് ചെയ്യണ്ടേ. Then ഈ x square plus 20x plus 10 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? x plus 10 ഹോൾ സ്ക്വയർ എഴുതാം. കാരണം എന്താ? എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 10ഉമാണ്. അപ്പൊ നമുക്ക് x plus 10 ഹോൾ സ്ക്വയർ എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 224 plus 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? x plus 10 is equal to square root of ഇത് പ്ലസ്
ചെയ്താൽ 324 അല്ലേ? 224 പ്ലസ് 100 324. ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ റൂട്ട് കിട്ടി. അപ്പം എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 324. ദെൻ എക്സ് മാത്രമാണ് കാണേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഇതിന്റെ റൂട്ട് കാണാം, സ്ക്വയർ റൂട്ട് കാണാം. 324ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 18 ആണ്. എക്സിനെ മാത്രം എടുത്ത് വെക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് -10. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 8. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 8 കിട്ടി. ദെൻ ഇവിടെ നമുക്ക് സ്മോൾ സൈഡ് എത്ര കിട്ടി? സ്മോൾ സൈഡ് ഈസ് ഈക്വൽ ടു 8 കിട്ടി. ആൻഡ് ബിഗ് സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 20 ആയിരുന്നു അല്ലേ? therefore 8 plus 20 that is equal to 28. ഓക്കെ, യെസ്. ഇനി മറ്റൊരു റെക്ടാങ്കിൾ പ്രോബ്ലം കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട്. A 2 meter wide strip is cut off from a square as shown below. ഒരു സ്ക്വയറിൽ നിന്നും 2 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. The area of the remaining rectangle is 99 square meter. What is the length of a side of the square? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൽ 2 മീറ്റർ വൈഡ് ഉള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ 99 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്താണ് എക്സ് എടുക്കേണ്ടത് എന്നൊക്കെ നോക്കാം. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മൾ എക്സ് എടുക്കുക അല്ലെ? therefore this is x. അപ്പൊ നമ്മള് എന്താണ് എടുത്തിരിക്കുന്നത്? the length of a side of square is equal to എത്രയാണ്? x എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? x minus 2 ആയിരിക്കില്ലേ? ഇത് x ആണെങ്കിൽ റെക്റ്റാങ്കിളിന്റെ വൺ സൈഡ് x minus 2 ആയിരിക്കില്ലേ? കാരണം എന്താണ്? ഈ സ്ക്വയറിൽ നിന്നും 2 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് എക്സിൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്നതല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? x minus 2 ആയിരിക്കും. കാരണം 2 ഇവിടെ എന്ത് ചെയ്തു? എടുത്തു മാറ്റി. ബാക്കി x minus 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലെ? റിമൈനിങ് പാർട്ട് അല്ലെങ്കിൽ സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ എത്രയാണ്? സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് x minus 2. x minus 2 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം എത്രയാണ്? 99 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇതാണ്, ഈ ചതുരമാണ് ഓർക്കേണ്ടത്, ഇതല്ല. ടോട്ടൽ സ്ക്വയർ അല്ല, ഈ ഒരു ഭാഗം മാത്രമാണ് എന്താ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 99. ഇനി ഏരിയ കാണേണ്ട ഇക്വേഷൻ L into B ആണെന്ന് നമുക്കറിയാം. L ഇവിടെ നമുക്കറിയാം എത്രയാണ്? x minus 2 ആണ്. ഇനി B എന്താണ്? B നമുക്കറിയാം x minus 2. L എന്താണ്? L എന്തായിരുന്നു? ആദ്യത്തെ സ്ക്വയർ ആയിരുന്നു അല്ലെ? സ്ക്വയർ ആയിരുന്നത് കൊണ്ട് എല്ലാ സൈഡും എന്ത് തന്നെയായിരുന്നു? x അല്ലേ? നമ്മൾ ഇതിൻ്റെത് x എന്ന് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തിനായിരിക്കും? x ആയിരിക്കും. x minus 2 into x ആണ്. that is equal to 99 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിനെ ഒഴിവാക്കാം. x into x, x square minus 2 into x minus 2x is equal to 99 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ സ്ക്വയർ കംപ്ലീഷൻ വേണം അല്ലെ? സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യണം. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ഇതിനെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു x square plus 2x plus 1 is equal to എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ?
അപ്പൊ മൈനസ് വരുമ്പോ ഇവിടെ എന്താ ചെയ്യാ? മൈനസ് വരുമ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മള് a മൈനസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്തായിരുന്നു? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. ഇവിടെ പ്ലസ് ബി സ്ക്വയറിന് പകരം ഇവിടെ പ്ലസ് 1 ചേർത്തു. അപ്പൊ ഇവിടെ പ്ലസ് 1 ചേർത്താൽ ഇവിടെയും എന്ത് ചേർക്കണം? 99 പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷനിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. therefore അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 100 കിട്ടി അല്ലെ? അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ x ഇവിടെ മൈനസ് ആയതുകൊണ്ട് x മൈനസ് 1 ഹോൾ സ്ക്വയർ നേടാം. നേരത്തെ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ എന്താണ്? മൈനസ് ആണ്. x മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 നേടാം. therefore x minus 1 is equal to 10. x is equal to 10. ഈ മൈനസ് 1 അങ്ങോട്ട് പോയാൽ പ്ലസ് 1. 10 പ്ലസ് 1 x is equal to 11. അങ്ങനെയാണെങ്കിൽ x നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. x 11 കിട്ടിയാൽ നമ്മളെ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്, അതായത് ഇതായിരുന്നു ഇതാണ്, ഇത് ടോട്ടൽ ആണ് നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയത്. 11 എന്ന് പറയുന്നത് ഇത്രയും നീളമാണ് 11 കിട്ടിയത്. ഇനി ഈ റെക്റ്റാങ്കിളിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 11 എന്ത് കുറയ്ക്കണം? 2 മൈനസ് ചെയ്യണ്ടേ? അപ്പൊ the side of the rectangle is equal to 11 minus 2, that is equal to 9. അതായത് റെക്റ്റാങ്കിളിന്റെ സൈഡ് എത്രയാണ്? 9 ആണ്. ടോട്ടൽ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 11 ആണെന്നും കിട്ടി. The next question, a rectangle is to be made with a perimeter 100 meters and area 525 square meters. What should be the length of each side? ഇവിടെ നമുക്ക് സൈഡുകളൊന്നും തന്നിട്ടില്ല. ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ 100 മീറ്റർ ആണ്. ഏരിയ എത്രയാണ്? ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ 100 ആണ്. ഏരിയ 525 മീറ്റർ സ്ക്വയർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സൈഡുകളുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇവിടെ സൈഡിന് എക്സ് എടുത്തിട്ടൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. പെരിമീറ്റർ 100 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് പെരിമീറ്റർ കോണ്ടിക്കേഷൻ എന്താണ്? 2 into L plus B ആണ് എന്ത്? പെരിമീറ്റർ അല്ലെ? അത് എത്രയാണ്? 100 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ L plus B എന്തായിരിക്കും? L plus B കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2വിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരണം. 2 into ആണ്, ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവിഷൻ ആയിരിക്കും. അപ്പൊ L plus B എന്ത് കിട്ടി? 50 കിട്ടി. മനസ്സിലായോ? അതായത് എല്ലും ബിയും കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? 50 കിട്ടും. ഈ സൈഡും കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടുക? 50 ആണ്. ഫോർ എക്സാമ്പിൾ ഇത് 20 ആണ്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 50 കിട്ടുമെങ്കിൽ ഇതെന്തായിരിക്കും? 50 മൈനസ് 20 ആയിരിക്കില്ലേ? ദാറ്റ് ഈസ് 30 ആയിരിക്കില്ലേ? ഓക്കെ, അതായത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് 50 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? x എന്ന് വിളിക്കാം. മറ്റേ സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം? 50 മൈനസ് x എന്ന് വിളിച്ചൂടെ? ഈ സൈഡ് x ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? 50 മൈനസ് x ആയിരിക്കും. ഇനി നമ്മുടെ പ്രോബ്ലം ഈസി ആണ് അല്ലെ? നമ്മളെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. x into 50 മൈനസ് x അല്ലെ? L into B, അതായത് x into 50 മൈനസ് x is equal to 525 എന്ന് നമുക്കറിയാം. Then നമുക്ക് ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാം. x into 50, 50x, x into minus x minus x square is equal to 525. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ മൈനസ് എക്സ് സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റിലേക്ക് എടുത്തു വെക്കാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 50x is equal to 525. Then
ഇവിടെ നമുക്ക് ഈ നെഗറ്റീവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം അല്ലെ. നെഗറ്റീവ് എക്സ് സ്ക്വയർ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ആ നെഗറ്റീവിനെ ഒഴിവാക്കണം. അപ്പൊ നെഗറ്റീവിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് കൊണ്ട് എല്ലാത്തിനെയും അങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്യുമ്പം ഇവിടെ എന്താവും, പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇക്വേഷന് നമുക്ക് 1 എന്ന് പേര് കൊടുത്ത് 1നെ നമുക്ക് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യാം, നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ ഇക്വേഷന് മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇൻറ്റു ചെയ്യുന്നത്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ആ മാറ്റം എല്ലാത്തിലും കോമൺ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അൺബാലൻസ്ഡ് ഇക്വേഷനായി മാറും. അപ്പൊ മൈനസ് എക്സ് സ്ക്വയറിനെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് എന്തായിട്ട് മാറും, പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഇനി പ്ലസ് 15xനെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് മൈനസ് 50x ആവും. കാരണം പ്ലസ് ഇൻറ്റു മൈനസ് എന്താവും, മൈനസ് ആവും. ഇനി അത് എവിടെയും ചെയ്യണം, ഈ 525നെയും നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്തായി, നെഗറ്റീവ് 525 ആയി മാറി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇപ്പോഴെന്തായി, എക്സ് സ്ക്വയർ മൈനസ് 50x ഇസ് ഈക്വൽ ടു മൈനസ് 525 ആയിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നടുക്ക് വരുന്നത് എന്താണ്, 50x ആണ്. ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ 20x ആയിരുന്നു വന്നത്, അതുപോലെ ഇവിടെ എന്താ വന്നത്, 50x ആ വന്നത്. അപ്പൊ ഈ 50xനെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ബിയുടെ പൊസിഷനിലുള്ള ആളെ കണ്ടുപിടിക്കണം. എയുടെ പൊസിഷനിലുള്ള ആളെ കിട്ടി, ഇനി ബിയുടെ പൊസിഷനിലുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ 2ab is equal to minus 50x. 2 into എക്ക് പകരം എന്ത് എഴുതാം, x എഴുതാം. 2 into x into b is equal to minus 50x. Then 2 into x, 2x into b is equal to minus 50x. ഇവിടെ 2xനെ അങ്ങോട്ട് കൊണ്ടുപോകാം. b is equal to minus 50x by 2x. x വെട്ടി 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. അപ്പൊ മൈനസ് 25 ആണ് എന്താ ഇവിടെ ആൻസർ അല്ലെ. മൈനസ് 25 നമുക്ക് ബി ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 50x plus 25 square is equal to minus 525 plus 25 square. X minus 25 whole square is equal to negative 525 plus 25 into square 625. 25 into 25 625 ചെയ്തു നോക്കാട്ടോ. Then x minus 25 square is equal to, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. രണ്ടിന്റെ സൈൻ വ്യത്യസ്തമായത് കൊണ്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. അപ്പൊ എത്ര കിട്ടും, 100 കിട്ടും. നെഗറ്റീവ് ആണോ, അല്ല, കാരണം എന്താണ്, വലിയ സംഖ്യയുടെ സൈൻ പോസിറ്റീവ് ആണ്. Then x minus 25 is equal to square root of 100. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാണ്. x minus 25 is equal to 10 കിട്ടും. Then x is equal to 10, ഈ 25 അങ്ങോട്ട് പോയാൽ plus 25, that is x is equal to 35. അപ്പൊ നമുക്ക് x എത്ര കിട്ടി, 35. അതായത് ഈ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടി, x എന്ന് കിട്ടി. അതായത് ഇത് 35 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എങ്ങനെ കാണാം, 50 minus 35, that is equal to 15. അപ്പൊ ഒരു സൈഡ് 35 കിട്ടി, മറ്റേ സൈഡ് എത്ര കിട്ടി, 15 കിട്ടി. ഓക്കെ.